കൈത്താക്കാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ. മത്തായി 13-ാം അധ്യായം കുറേ നല്ല നല്ല ഉപമകളുടെ ഒരു കലവറയാണ്. വിതക്കാരൻ്റെ ഉപമ മുതൽ കളകളുടെ, കടുകുമണിയുടെ, പുളിമാവിൻ്റെ, വയലിൻ്റെ, രത്നത്തിൻ്റെ, വലയുടെ തുടങ്ങിയ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഉപമകൾ ഒന്നിനു പുറകെ ഒന്നായി നാം ഇവിടെ വായിക്കുന്നു. ഇന്നത്തെ 3 ഉപമകൾ ഏറ്റവും ചുരുങ്ങിയ വാക്കിലൂടെ ഏറ്റവും ഗഹനമായ പാഠങ്ങളാണ് പകർന്ന് വിളമ്പുന്നത്. സ്വർഗരാജ്യം ആർക്കും ഒരിക്കലും മോഷ്ടിച്ചെടുക്കുവാനോ ബലമായി പിടിച്ചെടുക്കുവാനോ കഴിയുന്ന ഒന്നല്ല. വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. കഠിന പ്രയത്നം കൊണ്ട് നേടേണ്ടതാണ്. ഏറെ ത്യാഗം ചെയ്ത് നേടേണ്ടതാണ്. സർവം ഉപേക്ഷിച്ചും നേടേണ്ടതാണ്. മാമോനെ സമൂലം ഉപേക്ഷിച്ച് നേടേണ്ടതാണ്. അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നിധിയുള്ള വയൽ അന്വേഷിച്ചു കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ അത് സ്വന്തമാക്കുന്നു. അമൂല്യമായ രത്നം കണ്ടെത്തിയ വ്യാപാരിയും തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം തന്നെ വിറ്റ് അത് സ്വന്തമാക്കുന്നു. ആദ്യത്തെയാൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. രണ്ടാമത്തെയാൾ അവിചാരിതമായി കണ്ടെത്തിയതും എല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. കണ്ടെത്തിയ വഴികൾ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും നേടിയെടുത്ത വഴികൾ ഒന്നു തന്നെ. സർവം ഉപേക്ഷിച്ചുകൊണ്ടുള്ള നേടൽ. യേശുവെന്ന നിധിയെ കണ്ടെത്തിയപ്പോൾ ഫ്രാൻസിസ് അസീസി ഉടുതുണി പോലും ഉപേക്ഷിച്ചു. പത്രോസും ശിഷ്യരും വലയും ചുങ്കസ്ഥലവും ഉപേക്ഷിച്ചു. പൗലോസ് യേശു ഒഴികെ എല്ലാറ്റിനെയും ഉച്ഛിഷ്ടമായി കരുതി പുറകെ കൂടി. ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാരായി. യേശുവിൻ്റെ കുരിശ് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമാണെന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. എല്ലാ മനുഷ്യരും ഈ ലോക ജീവിതത്തിനു ശേഷം സ്വർഗരാജ്യം മോഹിക്കുന്നവരാണ്. അവിടേക്കുള്ള യാത്രയിലാണ് നാം. യാത്രയിൽ പലതരം വഴികൾ കാണുമ്പോൾ എളുപ്പമുള്ള വിശാലമേറിയ വഴികൾ നമ്മെ നരകത്തിലേക്കും ഇടുങ്ങിയ വഴികൾ സ്വർഗത്തിലേക്കും നയിക്കുന്നു എന്നത് എത്ര വാസ്തവം. വീതിയേറിയ സുഗമമായ ആസ്വാദകരമായ വഴിയിലൂടെ സഞ്ചരിച്ച് പടുകുഴിയെ നിബന്ധിക്കുകയാണ് മനുഷ്യൻ. വിലയേറിയത് വാങ്ങുന്നവർ മാത്രമാകരുത് നാം. പ്രയോജനപ്രദമല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് വിൽക്കുവാനും നാം അറിഞ്ഞിരിക്കണം. ധനികനായ മനുഷ്യനോട് സർവവും വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സങ്കടത്തോടെ തിരിച്ചുപോയ ഉപമ ഇതാണ് പഠിപ്പിക്കുന്നത്. അവസാനം അയാൾ സ്വർഗവും നഷ്ടമാക്കി. ലോകവും ലോകസുഖവും നിരുപാധികം ഉപേക്ഷിക്കാത്തവനെ സ്വർഗം ഉപേക്ഷിക്കും. പാതി ഉപേക്ഷിച്ചാൽ പോരാ, മുഴുവനായി ഉപേക്ഷിക്കണം. 2 വള്ളത്തിൽ കാൽ വയ്ക്കുന്നവനെ പോലെയാകരുത്. അനന്യാസും സഫീറയും എല്ലാം വിറ്റ് ദാനം ചെയ്തെങ്കിലും ഒരു ഭാഗം മാത്രം പിടിച്ചുവെച്ചു. ശാപമരണം ഏറ്റുവാങ്ങി. താരതമ്യേന ചെറിയൊരു കുറ്റമായിരുന്നു അവരുടേത്. അതിനാൽ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഉപാധികളാണ് യേശു മുന്നോട്ട് വയ്ക്കുന്നത്. സർവം ഉപേക്ഷിക്കുക എന്നതിൽ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നും അർത്ഥമുണ്ട്. കുടുംബത്തിനോടും ഇടവകയോടും തൊഴിൽ ചെയ്യുന്ന ഇടത്തിനോടും സമൂഹ ജീവിതത്തിനോടും ദൈവനാമത്തിൽ ഇടപെടുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അത് ദൈവസ്വീകാര്യവും ദൈവസന്നിധിയിൽ സ്വകാര്യവുമായിരിക്കാം. ഈ മേഖലകളെല്ലാം ദൈവ ഇഷ്ടം അന്വേഷിച്ച് മേൽപ്പറഞ്ഞ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരേപോലെ ആത്മാർത്ഥമായി ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ. അവസാനമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എപ്രകാരം വിനിയോഗിച്ചു എന്ന കണക്കെടുത്ത് നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ ദൈവദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടത്രേ. കണക്കെടുപ്പിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എഴുതിവച്ചിട്ടുള്ള പുസ്തകമാണ് വേദപുസ്തകം. കാണാപ്പാഠം പഠിച്ച് കഷ്ടപ്പെടണമെന്നില്ല. ഓരോ താളും മറിച്ച് ഓരോന്നായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതിയാകും. യുഗാന്ത്യത്തിൽ വല വീശുമ്പോൾ നല്ല മത്സ്യങ്ങളാകുന്ന സൽപ്രവൃത്തികൾ ശേഖരിക്കപ്പെടുകയും നിത്യവസതിയിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യും. ചീത്ത പ്രവൃത്തികൾ പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും മുഴങ്ങി കേൾക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.